ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് റീസെറ്റിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. ഫസ്റ്റ് ഡേ സക്സസ്ഫുൾ ആയതുകൊണ്ട് ഇന്ന് നല്ല ഉത്സാഹത്തിലായിരുന്നു കേട്ടോ എണീറ്റ് വന്നത്. അപ്പോൾ വന്നതേ ആദ്യം പോയത് മുറ്റത്തേക്കാണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്നിട്ട് നേരെ കിച്ചണിലേക്ക് വന്നു. ആദ്യമേ തന്നെ നമ്മൾ ജിഞ്ചർ ടീയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഈ ജിഞ്ചർ ടീയൊക്കെ കുടിച്ച് തുടങ്ങിയത്. പക്ഷെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും അത് കുടിക്കാറുണ്ട്. രാവിലെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കർക്കിടകമായതുകൊണ്ട് ഹോളിഡേ ആണ്. പതിയെ പണികളൊക്കെ തീർത്താൽ മതി. ആദ്യം എണീക്കാൻ കുറച്ച് മടിയൊക്കെ തോന്നിയെങ്കിലും എന്തായാലും നമ്മൾ തുടങ്ങി വെച്ച കാര്യം രണ്ടാമത്തെ ഡേ തന്നെ നമ്മൾ നിർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ട് 5 മണിക്ക് തന്നെ എണീറ്റു കേട്ടോ. പിന്നെ വേഗം കഞ്ഞിക്കുള്ള വെള്ളവും കൂടെ അടുപ്പത്തേക്ക് വെച്ചേ. അപ്പോൾ നമ്മൾ ഈ ഏർലി മോർണിംഗിലൊക്കെ എണീക്കുന്ന സമയത്തെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലും ഭയങ്കര എനർജിയൊക്കെ ആയിരിക്കും അല്ലേ. നമ്മുടെ കാമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഫീൽ തോന്നും. എന്താ അതിൻ്റെ റീസൺ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എനിക്കറിയുന്ന 1-2 കാരണങ്ങൾ ഞാൻ പറയാം കേട്ടോ. നിങ്ങളിതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് പറയണേ. കമ്പാരിറ്റീവ്ലി വായുമലിനീകരണം കുറവായതുകൊണ്ട് ഏർലി മോർണിംഗിലുള്ള വായുവിൽ കൂടുതൽ ഓക്സിജൻ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മുടെ മൈൻഡിനെയും ബോഡിയെ ബ്രെയിനിനെ ഒക്കെ കൂടുതൽ എനർജറ്റിക് ആൻഡ് കാം ആക്കുമെന്ന്. അതുപോലെ തന്നെ ഈ രാവിലെ ടൈമിൽ ഉദിച്ച് വരുന്ന സൂര്യൻ്റെ ആ ഒരു ഗോൾഡൻ ലൈറ്റില്ലേ, അതിൽ നമ്മുടെ ശരീരത്തിൽ സെറാട്ടോണിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോണുണ്ട്. ഒരു ഫീൽ ഗുഡ് ഹോർമോണാണ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു പവർ ഈ ഒരു മോർണിംഗ് ടൈമിലുള്ള ഉദിച്ച് വരുന്ന ആ സൂര്യൻ്റെ ആ ഒരു ഗോൾഡൻ ലൈറ്റ് ഉണ്ടല്ലോ, അതിനുണ്ടെന്ന്. സോ നമുക്ക് കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു കേട്ടറിവാണ് കേട്ടോ. ഇതൊക്കെ ശരിയാണോ ഇല്ലോ എന്ന് നമുക്കറിയില്ല. പിന്നെ രാവിലെ എഴുന്നേക്കാൻ മടിയൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാം വേണമെങ്കിൽ. നേരത്തെ എണീറ്റതുകൊണ്ടും ഇന്നിപ്പോൾ ജോലിയില്ലാത്ത ദിവസമായതുകൊണ്ടും രാവിലെ ഈ ഒരു ജിഞ്ചർ ടീ ഒക്കെ കുടിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ സാവധാനം പണിയൊക്കെ ചെയ്ത് തുടങ്ങിയാൽ മതിയല്ലോ. ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ കുഞ്ഞും എൻ്റെ ഒപ്പം എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവളവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവളെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. വീഡിയോ എടുത്തുകൊണ്ട് അങ്ങനെ ജോലികൾ ചെയ്യാൻ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് പോർഷൻസായിട്ട് ഞാനിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പിറ്റേ ദിവസം എണീക്കാൻ എനിക്കൊരു ഉത്സാഹവും ആവും. എന്നാലും ഒരുപാട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇന്നും ഡേ 2 നമ്മളങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടവരാണെങ്കിൽ താങ്ക് യു സോ മച്ച്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.